മനുക്കുട്ട, അവളെ വിളിച്ചിട്ട് കിട്ടണില്ലേ? ഇല്ല, പഴയ അവസ്ഥ തന്നെ. ടെൻഷൻ ടെൻഷൻ ടെൻഷൻ. ഇനിയിപ്പോ എന്ത് ചെയ്യാനാണ്? പാർട്ടി ആണെങ്കിൽ കൊച്ചിയിലെത്തി, നാളെ ഇങ്ങോട്ട് വരും. അപ്പൊ പെണ്ണിനെ കൊടുത്തില്ലെങ്കിൽ ഇനിയിപ്പോ എന്ത് ചെയ്യാനാണ്? നമുക്ക് അവിടെ ഫ്ലാറ്റിൽ പോയി നോക്കിയാലോ? ഏയ്, അത് വേണ്ട, അത് മണ്ടത്തര. പെണ്ണ് പേടിച്ച് ആശുപത്രിയിലാന്ന് കേട്ടത്. ഞാൻ അന്വേഷിച്ചു. ഇനിയിപ്പോ എന്ത് ചെയ്യാനാണ്? ഞാനാ മല്ലിക ഒന്ന് വിളിച്ചു നോക്കട്ടെ. അവള് തെറി പറയോ എന്തോ. നമ്പർ ഇപ്പോൾ ബിസിയാണ്. ദയവായി അല്പനേരം കഴിഞ്ഞ് വിളിക്കുക. കിട്ടുന്നില്ലല്ലോടാ. ഇനിയിപ്പോ എന്തു ചെയ്യും? ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്ക്. ഓ, നീയായിരുന്നാ? എന്താടാ? പിള്ളേര് വല്ലോണ്ടോടി? എന്തേ? നാളെ രാവിലെ വേണം. ആവശ്യത്തിന് കാശ് തരാം. എന്തായിരുന്നു എന്റെ അഹങ്കാരം? എന്റെ കയ്യിലിരുന്ന മീനൊക്കെ അങ്ങ് വഴുതിപ്പോയാ? ഒന്ന് നിർത്തടി. നിനക്ക് ഒപ്പിച്ചു തരാൻ പറ്റുമെങ്കിൽ പറ. കണ്ടാ, ഇപ്പൊ ഒരാവശ്യം വന്നപ്പോ എന്നെ വേണം താനും, പിന്നെ നിന്റെ തെറിയും കേക്കണം. എടി, രൂപ 20,000 തരാം. പറ്റുമോ? ദൈവമേ, 20,000 രൂപയാ? സത്യാണോടാ നീ പറയണേ? എത്ര വയസ്സാണ്? ഒരു 16-17. മേക്കപ്പ് ടോപ്പിക്കേണ്ടി വരും. അതൊന്നും പറ്റില്ല. 20 വയസ്സുള്ള ഒരെണ്ണമുണ്ട്. നമ്മുടെ സരാജാക്കന്റെ മോളാണ്. അക്കനറിയരുത് കേട്ടോ. പെണ്ണിനെ ഇത്തിരി കാശിന് ആവശ്യമുണ്ട്. അവിടെ കെട്ടിയോൻ എന്താ വേണ്ടിട്ടാ? കല്യാണം കഴിച്ചാണോ? എടാ, കണ്ടാ പറയത്തില്ലടാ, പെറ്റിട്ടില്ല. പിന്നെ 200 കേട്ടാ, എന്നാലും കൊള്ളാം. ശരി, നാളെ അവളുമായിട്ട് കാക്കനാട്ട് വാ, എന്നിട്ട് വിളിച്ചാ മതി. ഇനിയിപ്പോ ഇതേ ഉള്ളൊരു മാർഗം. മോനെ, നാളെ വൈകുന്നേരമേ അമ്മ മോന് സൈക്കിൾ വാങ്ങിക്കൊണ്ട് തരാൻ കേട്ടാ. അപ്പുറത്തെ രായന്റെ മോന്റെ കൂടെ എങ്ങനെ നീ സൈക്കിൾ ചവിട്ടാൻ പോയാലുണ്ടല്ലോ,